അപ്പൊ സുഹൃത്തുക്കളെ, ഇനി മുതൽ ലയണൽ മെസ്സി എന്നല്ല, മെസ്സി നമ്പൂതിരി. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് അന്റോണിലോ എന്നാണ് വിശ്വസിക്കുന്നു. കറക്റ്റ് അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. എന്തായാലും ഇനി വെറും അന്റോണിലോ മെസ്സി എന്നല്ല, അന്റോണിലോ അന്തർജനമാണ്. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് മർഡോണ എന്നാണ്. ഇനി മർഡോണയല്ല, മർഡോണ നമ്പൂതിരിയാണ്. എന്താണെന്നല്ലേ? ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അർജന്റീന എന്ന രാജ്യം നേരത്തെ ഇല്ലായിരുന്നു. അത് എന്തായിരുന്നു ആ രാജ്യം? അത് നിങ്ങളൊന്ന് കേട്ടെ. നമ്മുടെ വിശകല ചേച്ചി നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സ്റ്റഡി ക്ലാസ് എടുക്കുന്നുണ്ട്. അർജന്റീന എന്ന സ്ഥലം മുൻപ് നമ്പൂതിരിമാർ മാത്രം വസിച്ചിരുന്ന അന്തർജനം എന്ന രാജ്യമായിരുന്നു നമ്മൾ കേട്ടല്ലോ. ഓസ്ട്രേലിയ നമ്മുടെ അസ്ത്രാലയമായിരുന്നു. ഇതെന്താ? അന്തർജനമായിരുന്നു. നമ്പൂതിരികൾ തിങ്ങിപ്പാർത്തിരുന്നു. വേറെ ഒരു ജാതിക്കാരും ഇല്ല. നമ്പൂതിരിമാരും അന്തർജന്മാരും അവിടെ തിങ്ങിപ്പാർത്തിരുന്നത് കൊണ്ടാണ് അന്തർജനീന അല്ലെങ്കിൽ അന്തർജനീന എന്ന പേര് അവിടെ ഉണ്ടായിരുന്നതിന് യവന്മാരെല്ലാം കൂടി ചേർന്ന് അർജന്റീന ആക്കിക്കൊണ്ട് പോയത്രേ. ഈ അടുത്ത ഫുട്ബോൾ ലോകകപ്പ് കാലഘട്ടത്തിൽ ആ രാജ്യത്തിന് ഈ നാട്ടിൽ വലിയ ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. അർജന്റീനയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ വമ്പൻ മുറവിളി ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് സംഘികൾക്ക് അർജന്റീന അങ്ങനെ ഒരു രാജ്യം ഈ നാട്ടിലുണ്ടോ, നമ്മൾ ഇതുവരെ അറിഞ്ഞില്ലായിരുന്നല്ലോ, ഇവിടെയാണ് ആ രാജ്യം എന്നുള്ള നിലയ്ക്ക് അന്വേഷിച്ച് പോയപ്പോഴാണ് നോക്കിയപ്പോൾ മെസ്സിയൊക്കെ നല്ല വെളുത്തിരിക്കുന്നു. അപ്പൊ ഇത് നമ്പൂതിരി കുട്ടി തന്നെ, ഇനി വേറെ സംശയമൊന്നുമില്ല. ലയണൽ മെസ്സി അല്ല, മെസ്സി നമ്പൂതിരിയാണ്. നമ്മുടെ പഴയകാല നമ്പൂതിരിക്കുണ്ടായ കുട്ടിയാണെന്ന് പറയുമ്പോൾ എന്തോ ഒരു വിവരക്കേടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അർജന്റീന എന്ന സ്ഥലം മുൻപ് നമ്പൂതിരിമാർ മാത്രം വസിച്ചിരുന്ന അന്തർജനം എന്ന രാജ്യമായിരുന്നു നമ്മൾ പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല. ഈ ലോകം മുഴുവൻ ഏതായിരുന്നു? നമ്പൂതിരിമാരായിരുന്നു. വേറെ ആരും ഇല്ലായിരുന്നു. സകലയിടത്തും നമ്പൂതിരിമാർ പോയിട്ടാണ് അസ്ത്രാലയം ഉണ്ടാക്കിയിരുന്നത്, അന്തർജന്റീന ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നമ്പൂതിരിമാർ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്പൂതിരിമാരെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരൊന്നും അല്ല. അവിടെ പോയി എന്താണ്, ക്രിസ്ത്യൻ രാജ്യമാണ് ഇപ്പോഴെങ്കിലൊക്കെ, പണ്ട് അവിടെ മൊത്തം ബ്രാഹ്മിൺസും അന്തർജനന്മാരായിരുന്നു. അവരാണ് ഇപ്പോൾ എന്ത് ചെയ്തു, പരിവർത്തനം ചെയ്ത് ആരായി മാറിയിരിക്കുന്നത്? അവിടുത്തെ ക്രിസ്ത്യാനികളായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ സംഘികളുടെ തല എന്താണെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. ചിന്തിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ മാത്രമാണ് ഇത്രയും പറഞ്ഞു വെച്ചത്. നമ്മുടെ മെസ്സി ഇത് അറിയണമെങ്കിൽ, അതായത് അദ്ദേഹത്തിന് മലയാളം അറിയില്ല, ഈ അർജന്റീനിയൻ ഭാഷ അറിയാലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സ്പാനിഷുമായി കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഷയിലുള്ളവർക്ക് മലയാളം മനസ്സിലാകാത്ത നന്നായി. കാര്യം നമ്പൂതിരിക്കുണ്ടായ കുട്ടി എന്ന് പറയുമ്പോൾ സ്വന്തം ഈ പിതാവിനെ മാറ്റി പറയും, മാതാവിനെ മാറ്റി പറയുന്ന പണിയാണ് എടുത്തിരിക്കുന്നത്. നേരെ വന്ന് കടവായിൽ രണ്ട് പല്ലടിച്ച് തെറിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സംഘികളുടെ തലയ്ക്കകത്തിരിക്കുന്ന ഈ കൗഡൻ എന്ന് പറയുന്നത്. അർജന്റീന എന്ന സ്ഥലം മുൻപ് നമ്പൂതിരിമാർ മാത്രം വസിച്ചിരുന്ന അന്തർജനം എന്ന രാജ്യമായിരുന്നു നമ്മൾ